ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഒരു പോർഷൻ പഠിക്കാം. അപ്പോൾ ഇന്ന് ജോഗ്രഫിയിൽ പാറകൾ അഥവാ ശിലകളാണ് ഇന്ന് പഠിക്കുന്നത്. അന്തരീക്ഷം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി പാറകൾ. അപ്പോൾ ഈ ജോഗ്രഫി ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ജോഗ്രഫിയുടെ മാത്രമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കാം. അതൊരു 10-100 ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോഴത്തേക്ക് ജോഗ്രഫി തറവായിട്ട് പഠിച്ചു തരും. അപ്പം അതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പിന്നെ ആവർത്തിച്ച് വരുന്നത്. ഞാൻ വിചാരിച്ചു ഓരോ പോർഷൻ ചെയ്തപ്പം ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അപ്പം അങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഓരോരോ പോർഷനായിട്ട് ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വലിയ പാടാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതാവുമ്പം നമുക്ക് ജോഗ്രഫിയുടെ ഫുള്ള് അതിനകത്ത് കവർ ചെയ്ത് വരികയും ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശിലകൾ. അപ്പോൾ ഇത് +2ൻ്റെ ടെസ്റ്റിലുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വിശദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പോർഷൻ ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് എടുത്തു പറയാം. അപ്പോൾ ശിലകളെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന ശാഖയെ പറയുന്ന പേരാണ് ശിലാവിജ്ഞാനീയം അഥവാ പെട്രോളജി. അപ്പോൾ എന്താണ് പെട്രോളജി എന്ന് പറഞ്ഞാൽ? ശിലകളെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന ശാഖയ്ക്ക് പറയുന്ന പേരാണ് പെട്രോളജി അഥവാ ശിലാവിജ്ഞാനീയം. ശിലകളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ലിത്തോളജി. അപ്പോൾ ലിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകളുടെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ലിത്തോളജി. എന്താണ് ശിലകളെന്ന് പറയുന്നത്? ഒന്നോ അതിലധികമോ ധാതുക്കളോ ധാതു സമാന പദാർത്ഥങ്ങളോ കൂടിച്ചേർന്ന പ്രകൃതിജന്യ ഖരപദാർത്ഥങ്ങളാണ് ശിലകൾ. അപ്പം എന്താണ് ശിലകൾ? ഒന്നോ അതിലധികമോ ധാതുക്കളോ ധാതു സമാന പദാർത്ഥങ്ങളോ കൂടിച്ചേർന്ന പ്രകൃതിജന്യ ഖരപദാർത്ഥങ്ങളാണ് ശിലകൾ. വിവിധ ഇനം ശിലകൾ. ശിലകളെ അവയുടെ രൂപീകരണത്തിന് നിദാനമായ പ്രക്രിയകൾക്കനുസരിച്ച് ഭൂവൈജ്ഞാനികർ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ശിലകളെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകൾ അഥവാ സെഡിമെൻ്ററി റോക്സ്, കായാന്തരിത ശിലകൾ അഥവാ മെറ്റമോർഫിക് റോക്സ്. അങ്ങനെ 3ആയിട്ടാണ് ശിലകളെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് വിളിക്കുന്ന ഉരുകിയ ശിലാദ്രവങ്ങൾ ഘനീഭവിച്ചുണ്ടായ ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പോൾ മാഗ്മ എവിടെയാണ് കാണപ്പെടുന്നത്? അത്തനോസ്ഫിയറിലാണ് അല്ലേ. ലിത്തോസ്ഫിയറിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന മണ്ഡലമാണ് ഏത്? അത്തനോസ്ഫിയർ. അവിടെയാണ് പാറകളെല്ലാം കൂടെ അർദ്ധദ്രവാവസ്ഥയിൽ ഉരുകി കാണപ്പെടുന്നു. ഇതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്മ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് പുറത്തേക്ക് ഒഴുകി വരുന്ന അന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് ഏത്? ആഗ്നേയ ശിലകൾ. അപ്പോൾ ആഗ്നേയ ശിലകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആഗ്നേയ ശിലകൾ അഥവാ പ്രാഥമിക ശിലകൾ. ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശിലകളെന്നും പറയുന്നു. ഇഗ്നീസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഇഗ്നീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം തീ എന്നാണ്. എല്ലാ ശിലകളുടെയും മാതൃശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. എല്ലാ ശിലകളുടെയും മാതൃശില എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലയാണ്. ഘനീഭവിക്കുന്ന സാഹചര്യങ്ങളെയും പ്രദേശങ്ങളെയും ആസ്പദമാക്കി ആഗ്നേയ ശിലകളെ 2ആയി തിരിക്കുന്നു. ഏതൊക്കെയാ? ബാഹ്യജാത ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് റോക്സ്, അന്തർവേദ ശിലകൾ അഥവാ ഇൻട്രൂസീവ് റോക്സ്. 2ആയിട്ടാണ് ആഗ്നേയ ശിലകളെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. അപ്പോൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന ആഗ്നേയ ശിലകളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ചെറുതരികളാൽ നിർമ്മിതമായ കറുത്ത നിറമുള്ള ഒരു ബാഹ്യജാത ശിലയാണ് ബസാൾട്ട്. ഇന്ത്യയിൽ ലാവ കൊണ്ടുള്ള ബസാൾട്ട് ശിലകൾ വിപുലമായ രൂപം കൊണ്ടിട്ടുള്ളത് ബീഹാറിലെ രാജ്മഹൽ കുന്നുകളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ലാവ കൊണ്ടുള്ള ബസാൾട്ട് വിപുലമായ രൂപം കൊണ്ടുള്ളത് എവിടെയാണ്? ബീഹാറിലെ രാജ്മഹൽ കുന്നുകളിലാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണുണ്ടല്ലോ, അതേതാണ്? കരിമണ്ണ് അഥവാ റിഗർ മണ്ണ്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ് കൂടുതലായിട്ടും കരിമണ്ണ് കാണപ്പെടുന്നത്. ഈ കരിമണ്ണെന്ന് പറയുന്നത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടായതാണ്.
അപ്പോൾ കരിമണ്ണ് എങ്ങനെയാണ് ഉണ്ടായത്? ബസാൾട്ട് ശിലകൾക്ക് അവക്ഷയം സംഭവിക്കുന്നത് മൂലം ഉണ്ടായതാണ് ഏത്? കരിമണ്ണ് അഥവാ റിഗർ മണ്ണ്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി മാഗ്മ ഖരമായി തീർന്ന് ഉണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ. അതിനുദാഹരണമാണ് ഗ്രാനൈറ്റ്. അപ്പം അന്തർവേദ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ഏത്? ഗ്രാനൈറ്റ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം മാഗ്മ ആയതിനാൽ പല ലോഹങ്ങളും ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായിട്ടുള്ളത് ഏത് ശിലയാണ്? ആഗ്നേയ ശിലയാണ്. ഇനി അവസാദ ശിലകൾ അഥവാ സെഡിമെൻ്ററി റോക്സ്. സമുദ്രങ്ങളിലോ തടാകങ്ങളിലോ അവസാദങ്ങൾ അഥവാ സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടിയാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്? സമുദ്രങ്ങളിലോ തടാകങ്ങളിലോ അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് എന്ത്? അവസാദ ശിലകൾ. അടുക്കുകളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. അപ്പോൾ അവസാദ ശിലകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്ക് ഒരു പേരും കൂടെ ഉണ്ട്, സ്തരിത ശിലകൾ. സ്തരിത ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് ശിലയാണ്? അവസാദ ശിലകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? പല പല അടുക്കുകളായിട്ടാണ് ഈ ശിലകൾ കാണപ്പെടുന്നത്. ബലകൃതമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ഷെയ്ൻ. അപ്പം പല രീതിയിലാണ് ഈ അവസാദ ശിലകൾ രൂപപ്പെടുന്നത്. അതിൽ ബലകൃതമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ഷെയിൽ. ഇനി ജൈവ വസ്തുക്കളിൽ നിന്നും ഉടലെടുക്കുന്ന അവസാദ ശിലകളുണ്ട്. അപ്പം ജൈവ വസ്തുക്കളിൽ നിന്നും ഉടലെടുക്കുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ചോക്ക്. കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ചോക്ക്. അപ്പോൾ ഈ കൽക്കരി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീവികളിലെ ഓർഗാനിക് കാർബൺ കൊണ്ട് നിർമ്മിതമായ ഒരിനം ജൈവ അവസാദ ശിലയാണ് കൽക്കരി. ജീവികളിലെ ഓർഗാനിക് കാർബൺ കൊണ്ട് നിർമ്മിതമായ ജൈവ അവസാദ ശിലയാണ് കൽക്കരി. ഇനി രാസപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ജിപ്സം, കല്ലുപ്പ്. ജിപ്സം, കല്ലുപ്പ് തുടങ്ങിയവ രാസപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ധാതുക്കൾ, പെട്രോളിയം, ഫോസിലുകൾ എന്നിവയുടെ ഉറവിടം എന്നറിയപ്പെടുന്നത് ഏത് ശിലയാണ്? അവസാദ ശിലകൾ. ധാതുക്കൾ, പെട്രോളിയം, ഫോസിലുകൾ എന്നിവയുടെ ഉറവിടം എന്നറിയപ്പെടുന്നത് അവസാദ ശിലയാണ്. പവിഴപ്പുറ്റുകൾ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. ശിലാതൈലം അഥവാ റോക്ക് ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ശിലാതൈലം അഥവാ റോക്ക് ഓയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയം. അടുത്തത് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ്. അപ്പം എങ്ങനെയാണ് ഈ കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്? ഉന്നത മർദ്ദം, ചൂട് എന്നിവയുടെ ഫലമായി ആഗ്നേയ അവസാദ ശിലകൾക്ക് രൂപത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ച് രൂപപ്പെടുന്നതാണ് കായാന്തരിത ശിലകൾ. മുകളിലുള്ള ശിലകളുടെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന കായാന്തരീകരണത്തെ വിളിക്കുന്നതാണ് ബലതന്ത്ര കായാന്തരീകരണം. അപ്പം ബലതന്ത്ര കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ള ശിലകളുടെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന കായാന്തരീകരണത്തെയാണ് ബലതന്ത്ര കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഉന്നത ഊഷ്മാവിൻ്റെ ഫലമായി നടക്കുന്ന കായാന്തരീകരണത്തെ വിളിക്കുന്നതാണ് താപീയ കായാന്തരീകരണം. ഉന്നത ഊഷ്മാവിൻ്റെ ഫലമായി നടക്കുന്ന കായാന്തരീകരണം. ഗ്രാനൈറ്റ് എന്ന ആഗ്നേയശില നൈസ് എന്ന കായാന്തരിത ശിലയായി മാറുന്നതും ബസാൾട്ട് ഷിറ്റ്സായി മാറുന്നതും ബലതന്ത്ര കായാന്തരീകരണത്തിന് ഉദാഹരണമാണ്. അപ്പം ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. അത് ബലതന്ത്ര കായാന്തരീകരണത്തിലൂടെ എന്തായി മാറും? നൈസ്. അപ്പം നൈസ് ആകുമ്പോൾ അത് കായാന്തരിത ശിലയായിട്ട് മാറും. അതുപോലെ തന്നെ ബസാൾട്ട് ഷിറ്റ്സായി മാറും. ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയശിലയാണ്. അതിന് കായാന്തരീകരണം സംഭവിച്ചാണ് ഷിറ്റ്സായിട്ട് മാറുന്നത്. അതുപോലെ ചുണ്ണാമ്പ് കല്ല് മാർബിളാകുന്നതും കളിമണ്ണ് സ്ലേറ്റ് ആകുന്നതും കൽക്കരി ഗ്രാഫൈറ്റ് ആകുന്നതും താപീയ കായാന്തരീകരണത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്നത് എന്താണ്? അവസാദ ശിലയാണ് അല്ലേ. അപ്പോൾ അത് മാർബിളാകും. മാർബിളാകുമ്പോൾ അത് എന്തായി മാറും? കായാന്തരിത ശിലയാണ്. മാർബിൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലയാണ്. കളിമണ്ണ് സ്ലേറ്റ് ആകും, കൽക്കരി ഗ്രാഫൈറ്റ് ആകും. ഇത് താപീയ കായാന്തരീകരണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നൈസ്, സ്ലേറ്റ്, മാർബിൾ, ഷിറ്റ്സ്, ക്വാർട്സൈറ്റ് തുടങ്ങിയവയാണ്
കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശിലകൾ.